ഹലോ ഗൈസ്, ഇന്ന് ഡേ 12 ഓഫ് മൈ വെയിറ്റ് ലോസ് ജേണിയാണ്. എല്ലാ ദിവസവും അങ്ങനെ കൺസിസ്റ്റന്റ് ആവാൻ പറ്റില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണിത്. ഗുഡ് മോർണിംഗ് ഒക്കെ ഞാൻ പറഞ്ഞാലും എനിക്ക് അത്ര ഗുഡ് ആയിട്ടുള്ള മോർണിംഗ് ആയിരുന്നില്ല. ഞാൻ കട്ടിലേന്ന് എണീറ്റ് വന്നതേ ഉച്ചയായി. ബിക്കോസ് ഇന്ന് എനിക്ക് പീരീഡ്സ് ആണ്. ആകെ വല്ലാത്തൊരു ദിവസമാണ്. രാവിലെ ഒന്നും കഴിച്ചില്ല, ഉച്ചത്തേക്ക് ഒന്നും ഉണ്ടാക്കില്ല. ഭയങ്കരമായിട്ട് ചോറ് കഴിക്കാൻ തോന്നുന്നു. ചോറ് അന്വേഷിച്ച് ഞങ്ങൾ ആദ്യം ഓറിയന്റലിൽ പോയി, അവിടെ കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ചായക്കടയിൽ വന്നു, അവിടെ ചോറ് കിട്ടി. ബട്ട് എനിക്ക് കറികളൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, മീൻകറിയൊന്നും അത്ര സുഖമില്ലായിരുന്നു. എന്നാലും എനിക്ക് ചോറ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞാൻ ചോറ് കഴിച്ചു. ചോറ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്വീറ്റ് ക്രേവിങ്സ്, എന്തെങ്കിലും മധുരം കഴിക്കണം, അതും ചോക്ലേറ്റ് തന്നെ വേണം. പാറുവിനൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള പാഷയിലേക്കാണ് പോയത്. അവിടെ നിന്നൊരു ചോക്ലേറ്റ് കേക്ക് വാങ്ങി വീട്ടിലേക്ക് പോന്നു. നോർമലി പീരീഡ്സ് ആയിരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ചോക്ലേറ്റ് കേക്ക് ഭയങ്കരമായിട്ട് ക്രേവ് ചെയ്യാറുണ്ട്. ഞാൻ ആ ക്രേവിങ്സ് ഒന്നും അങ്ങനെ റെസ്ട്രിക്ട് ചെയ്ത് വെക്കാറില്ല. മാസത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ചോക്ലേറ്റ് കേക്ക് കഴിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ ആ പീരീഡ്സ് ആവുന്ന ടൈമിലേക്ക് ഇത് സേവ് ചെയ്ത് വെക്കാറുണ്ട്. സോ അതിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുത്ത് ഞാൻ അപ്പോൾ കഴിച്ചു. ബാക്കി ഞാൻ ഈവനിങ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കയ്യിൽ നിന്ന് പോയ ദിവസം എന്ന് പറഞ്ഞത്. ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴി ചായ കുടിക്കണം. ഈ സമയത്തുള്ള ക്രേവിങ്സ് എനിക്ക് ഒട്ടും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാറില്ല. സോ ഞാൻ അതിനെ സ്റ്റോപ്പ് ചെയ്തില്ല. കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് തന്നെ വിചാരിച്ചു. ചായ വാങ്ങി. ബട്ട് ഞാൻ ഫുൾ ചായ കുടിച്ചില്ല കേട്ടോ, പകുതി ചായ കുടിച്ചുള്ളൂ. എനിക്ക് സമൂസയും കഴിക്കണം തോന്നി, ഒരു സമൂസ വാങ്ങി. ഞാൻ ഭയങ്കരമായിട്ട് ഓവർ ഈറ്റൊന്നും ചെയ്യുന്നില്ല, എന്നാലും കഴിക്കാൻ തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് ഒരു സമൂസയും വാങ്ങി ചായയുടെ പകുതിയും കുടിച്ചു. എല്ലാം രാത്രിയിൽ ബാലൻസ് ചെയ്യണം എന്നുള്ള തീരുമാനത്തോടു കൂടിയാണ് ഇതൊക്കെ കഴിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. അവിടെ കുറേ നേരം ഒന്ന് സംസാരിച്ചു. അവിടെ നിന്ന് തിരിച്ചിറങ്ങി. ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു, മോളെ കാണിക്കാനുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ കുറേ ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയെങ്കിൽ ഒരു 9:30-10 മണിയായി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോഴേക്കും വിശന്നിട്ട് എല്ലാം കയ്യിൽ നിന്ന് പോയി. പിന്നെ ഡിന്നർ ടൈമിൽ ബാലൻസ് ചെയ്യാമെന്ന് വിചാരിച്ചത് ഒന്നും നടന്നില്ല. ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് എസ്ദാൻ ഓയസിലെത്തി. ഓറിയന്റൽ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ വീണ്ടും കയറി. അവിടെ നിന്ന് ഞങ്ങൾ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനാണെങ്കിൽ ഒരു ചപ്പാത്തിയും ഒരു എഗ് കറിയുമാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ 2 ചപ്പാത്തിയും 2 എഗ്ഗുള്ള കറിയും കഴിച്ചു. അതാണ് ഗൈസ് ഞാൻ പറഞ്ഞത്, ഇന്നെല്ലാം കയ്യിൽ നിന്ന് പോയി. പക്ഷെ സാരില്ല, നാളെ പിടിക്കാം. ഇതൊക്കെ നോർമലാണ് ഗൈസ്. നാളെ നമുക്ക് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാം. അപ്പോൾ ബൈ ബൈ.